അപ്പോൾ ഗൈസ് ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് ഒരു കബഡി ടൂർണമെൻറ്റിലേക്കാണ്. 2025 കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഇന്റർ കോളേജ് മത്സരം. നമ്മൾ എത്തിയപ്പോൾ കുറച്ച് ലേറ്റ് ആയിരുന്നു. ഇത് ലൂസേഴ്സ് ഫൈനലാണ് ആദ്യം തന്നെ നമുക്ക് കാണാൻ സാധിച്ചത്. അത് നമ്മുടെ പൊന്നാനി കോളേജും അതുപോലെ തന്നെ ZGC കോളേജും കൂടിയായിരുന്നു മത്സരം. അപ്പോൾ നമ്മൾ എത്തിയപ്പോൾ തന്നെ മത്സരം ഏകദേശം കുറച്ച് കണ്ടു, അത് കഴിയുകയും ചെയ്തു. അതങ്ങനെ കഴിഞ്ഞു. ഇനിയാണ് ഫൈനൽ മത്സരം. നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് ഈ ഒരു മത്സരത്തിലേക്കാണ്. അപ്പോൾ ആരുമായിട്ടാണ് ഫൈനൽ മത്സരം എന്നല്ല നോക്കുന്നത്. ഇത് നമ്മുടെ GCP കോളേജാണ്, ഈസ്റ്റിലെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ കോളേജായിട്ടുള്ള GCP കോളേജ്. അതിൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്നത് നമ്മുടെ CPE കോളേജ്, സെൻറ്റർ ഫോർ ഫിസിക്കൽ എഡ്യൂക്കേഷൻ. അപ്പോൾ കളി തുടങ്ങുന്നതിന് മുമ്പ് ഇങ്ങനെയാണ് ടീം കോർട്ടിലേക്ക് ലൈനപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇതുവരെ അത് കാണാത്ത ആളുകൾക്ക് ഇത് നല്ലൊരു അവസരമാണ്. അപ്പോൾ അതിനുശേഷം ടോസിംഗ് ഉണ്ട്. അപ്പോൾ ടോസിങ്ങിന് വേണ്ടിയിട്ട് ക്യാപ്റ്റൻസ് രണ്ട് ടീമിൻ്റെയും ലൈൻ ഒഫീഷ്യലിൻ്റെ അടുത്തായിട്ട് ചെല്ലുന്നു. മെയിൻ ഒഫീഷ്യൽ ടോസ് ചെയ്തു. അങ്ങനെ അത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ടീം അംഗങ്ങൾ പരസ്പരം പരിചയപ്പെടുക, ഷെയ്ക്ക് ഹാൻഡ് ചെയ്യുക എന്നുള്ളൊരു പ്രൊസീജിയർ ഉണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇനി വെയിറ്റ് ചെയ്യുന്നത്. അങ്ങനെ സംഘാടകർ ഓരോരുത്തരായിട്ട് എത്തി ഷെയ്ക്ക് ഹാൻഡ് ചെയ്തു. ഇനി ടീം അംഗങ്ങൾ പരസ്പരം ഒന്ന് പരിചയപ്പെടുകയും ഷെയ്ക്ക് ഹാൻഡ് ചെയ്യുകയും ഒരു ടീം സ്പിരിറ്റ് കാണിക്കുകയാണ് അടുത്ത പ്രൊസീജിയർ. അതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാണുമ്പോൾ നല്ല സന്തോഷവും ചിരിയൊക്കെ ഉണ്ടെങ്കിലും കളി തുടങ്ങിയാൽ ഇതൊന്നും കാണൂലേ. എല്ലാ ടീച്ചേഴ്സിൻ്റെ മുഖത്തും നല്ലൊരു ടെൻഷനൊക്കെ ഉണ്ട്. കാരണം ഇത് ഭയങ്കരമായിട്ട് ഒരു ഫൈറ്റ് വരുന്ന ഗെയിമാണ്. ഈ GCP അതുപോലെ തന്നെ CPE രണ്ടും ഫിസിക്കൽ എഡ്യൂക്കേഷൻ കോളേജാണ്. ആദ്യ റൈഡിൽ തന്നെ 1 പോയിന്റ് നേടിക്കൊണ്ട് CPE മുന്നോട്ട് കയറി. പക്ഷേ ഒട്ടും വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞ് അതിൻ്റെ തൊട്ട് പുറകിലായിട്ട് GCP വളരെ പവർഫുള്ളായിട്ട് തന്നെ നിന്നുണ്ടായിരുന്നു. അടിപൊളി മത്സരം എന്നൊക്കെ പറഞ്ഞാൽ തീപ്പാറുന്ന മത്സരം. നമ്മളിത് കാണാൻ പോയത് ഒരു പക്ഷേ ആ ഷൈൻ നിഗമത്തിൻ്റെ ഒരു പുതിയൊരു പടം ഉണ്ടല്ലോ, ബൾട്ടി, അത് കണ്ട് ഇൻസ്പയർഡ് ആയിട്ടാണ് ഈ കബഡി മത്സരം നമ്മൾ കാണാൻ പോയിട്ടുള്ളത്. പക്ഷേ മത്സരിക്കാനെത്തിയ ഓരോ പ്ലേയേഴ്സിനെയും കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുമായിരുന്നു അവരിടുന്നൊരു എഫേർട്ട് ഈ ഒരു ഗെയിമിന് വേണ്ടിയിട്ട്. കബഡി എത്രത്തോളം അവർ ഉൾക്കൊണ്ടിട്ടുണ്ടെന്നുള്ളത് അവരുടെ ശരീരം തന്നെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അത്രത്തോളം ഒരു എഫേർട്ട് ഇട്ടുകൊണ്ട് ട്രെയിൻ ചെയ്യുന്നുണ്ട്. ഓരോ റൈഡും കാണികളുടെ മനസ്സിൽ രജിസ്റ്റർ ചെയ്തുകൊണ്ട് തന്ത്രപരമായിട്ടായിരുന്നു റൈഡേഴ്സ് റൈഡ് ചെയ്തിരുന്നത്. അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഈ വീഡിയോയിൽ കാണുകയും ചെയ്യാം. ഇതൊരു നാഷണൽ പ്ലെയറാണ് GCPയുടെ. അപ്പോൾ കബഡി മത്സരത്തിലെ സൂപ്പർ ടാക്ലും സൂപ്പർ റൈഡും എന്താണെന്ന് അറിയാത്ത ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്കൊരു അവസരം ഈ വീഡിയോയിലുണ്ട്. ഇതിൽ അങ്ങനെ ഒരു മൊമെൻ്റ് വരുന്നുണ്ട്, ശ്രദ്ധിച്ച് കണ്ടാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അങ്ങനെ ഈ റൈഡോട് കൂടി ഒരു ടൈം ഔട്ടാണ്. ഇതാണ് നമ്മുടെ കബഡിയുടെ അധ്യാപകൻ CPEയിലെ. അങ്ങനെ ആവശ്യത്തിന് വേണ്ട വെള്ളമൊക്കെ കുടിച്ച് വീണ്ടും തന്ത്രങ്ങളുമായിട്ട് വീണ്ടും പ്ലേയേഴ്സ് കളിക്കളത്തിലേക്ക്. ഇനി കാണുന്ന മൊമെൻ്റാണ് ഈ മത്സരത്തിലെ മൊമെൻ്റ് ഓഫ് ദി ഡേ. മത്സരത്തിലുടനീളം GCP തന്നെയായിരുന്നു മുന്നിൽ. അവരുടെ എത്രയോ പോയിന്റിന് ബാക്കിലായിരുന്നു CPE കളിച്ചിരുന്നത്. പക്ഷേ അവരൊട്ടും തന്നെ വിട്ടുകൊടുക്കില്ല എന്നുള്ള ഒരു ശക്തമായ തീരുമാനം അവരുടെ ഓരോ പ്ലേയേഴ്സിൻ്റെയും ഉള്ളിലുണ്ടായിരുന്നു. ആ ഒരു തീ നമുക്ക് കളിക്കുമ്പോൾ കാണാമായിരുന്നു. ആവേശത്തോടുള്ള കബഡി മത്സരം ഒരുപാട് കാലത്തിന് ശേഷമാണ് ഞാൻ കാണുന്നത്. എപ്പോഴും ടെക്നിക്കൽ ഇഷ്യൂസോ എന്തെങ്കിലും തരത്തിലുള്ള ഇഷ്യൂസ് കൂടുതലായിട്ട് കാണപ്പെടുന്ന ഒരു മത്സരമാണ് കബഡി. പക്ഷേ ഈ ഒരു മത്സരത്തിന് പ്രത്യേകതയുണ്ട്. അത്തരത്തിൽ എടുത്തു പറയാവുന്ന ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഈ ഒരു മത്സരത്തിൽ ഉണ്ടായിരുന്നില്ല. കൃത്യമായിട്ടുള്ള ബീപ്പ് സൗണ്ടിങ്ങും എല്ലാം തന്നെ ഡിജിറ്റലൈസ് ചെയ്തുകൊണ്ട് ഡിസ്പ്ലേ ചെയ്തുകൊണ്ട് എല്ലാവർക്കും കാണുന്ന രീതിയിലായിരുന്നു വെച്ചിരുന്നത്. ഒരുപാട് നല്ല മൊമെൻറ്റുകൾ ഈ ഒരു മത്സരത്തിൽ നമുക്ക് ഉടനീളം കാണാൻ സാധിച്ചു. ഈ ടേബിളിൻ്റെ മുകളിൽ ഇരിക്കുന്നതാണ് ആ ബീപ്പ് സൗണ്ട്. 30 സെക്കൻഡാണ് ഒരു റൈഡർക്കുള്ള ഒരു കോർട്ടിലുള്ള ടൈം വരുന്നത്. അതിനുള്ളിൽ റൈഡ് ചെയ്തുകൊണ്ട് തിരിച്ച് സ്വന്തം കോർട്ടിലേക്ക് എത്തേണ്ടതുണ്ട്. അപ്പോൾ അത് കാണിക്കുന്നതാണ് ആ നമ്പേഴ്സ് ആ ടേബിളിൻ്റെ മുഖത്തിരിക്കുന്ന മെഷീനിൽ കാണുന്നത്. നിങ്ങൾ ശരിക്കും ഒരു ടൂർണമെൻറ്റ് നല്ല രീതിക്ക് നടക്കുന്നു അല്ലെങ്കിൽ അത് നല്ല രീതിക്ക് നടന്നു എന്ന് പറയുന്നത് അതിന് പുറകിലായി പ്രവർത്തിക്കുന്ന ഒരുപാട് പേര് ഉണ്ട്. അവരുടെ കഠിനാധ്വാനം തന്നെയാണ് ആ മത്സരത്തിൻ്റെ വിജയം എന്ന് പറയുന്നത്. ഈ മത്സരം നമുക്ക് ജയപരാജയങ്ങൾക്കപ്പുറം ഒരു സൗഹൃദം കൂടെയാണ്. കാരണം ഇതൊരു ഫിസിക്കൽ എഡ്യൂക്കേഷൻ സ്റ്റുഡൻസ് ആണ് ഫൈനലിൽ വന്നിരിക്കുന്നത്. പക്ഷേ ഒരു മത്സരമാകുമ്പോൾ തീർച്ചയായിട്ടും ഒരു വിജയം അല്ലെങ്കിൽ ഒരു പരാജയം രണ്ട് പക്ഷങ്ങൾ വേണ്ടതുണ്ട്. അപ്പോൾ ഈ മത്സരത്തിൽ ജയിച്ചിരിക്കുന്നത് GCP ആണ്. അപ്പം നമുക്ക് മറ്റൊരു മത്സരമായിട്ട് വീണ്ടും വരാം.